തമിഴിൽ നിന്ന് ഒരു സിനിമ OTT വന്നിട്ടുണ്ട്. സൗണ്ട് കൊണ്ട് എല്ലാവരെയും ഫാൻ ആക്കി മാറ്റിയ അർജുൻ ദാസിന്റെ പടം ബോംബ് എന്നാണ് സിനിമയുടെ പേര്. കുറച്ച് രസമുള്ള പരിപാടിയാ. കാരണം എന്താ വെച്ചാ അർജുൻ ദാസിന്റെ ബോംബ് OTT ഇറങ്ങിയിട്ട് മറ്റൊരു സ്റ്റോറി ഇട്ടപ്പോ പലരും വിചാരിച്ചത് ഇത് മറ്റേ ധ്യാൻ ശ്രീനിവാസിന്റെ ബോംബില്ലേ ആ ബോംബാണെന്നാണ്. അങ്ങനെയല്ല, സിനിമയുടെ ടൈറ്റിലാണ് ബോംബ്. എന്തുകൊണ്ട് ബോംബ് എന്നുള്ളത് ഈ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. എനിക്ക് വൈഭവ് റെഡ്ഡിയുടെ തോന്നുന്നു മറ്റേ പെരിസ് പറഞ്ഞിട്ടൊരു പടമില്ലേ, ആ സിനിമയിൽ എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ആ സിനിമയുടെ കംപ്ലീറ്റ് പ്ലോട്ട് എന്താണെന്നുള്ളത് ആ ഒരു ടൈറ്റിൽ കാർഡിൽ തന്നെ ഉണ്ട്. നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും. അതേപോലെ തന്നെ കുറച്ച് ഫണ്ണി ആയിട്ടുള്ള പരിപാടിയാണ്. കാളി വെങ്കിട്ടും അർജുൻ ദാസും കിടു പെർഫോമൻസ് ആയിരുന്നു, അതിനെപ്പറ്റി പറയാം. സോ ഈ സിനിമ എല്ലാവരുടെയും ഫേവറേറ്റ് ആവും അല്ലെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും, എവറിബഡീസ് കപ്പ് ഓഫ് ടീ ആണെന്നുള്ള വാഗ്ദാനങ്ങളൊന്നും ഞാൻ തരുന്നില്ല. പക്ഷേ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി, നല്ല ഇഷ്ടമായി. ജസ്റ്റ് ലവ് ദിസ് ഫിലിം എന്ന് വേണമെങ്കിൽ പറയാം. സിനിമ എന്ന് പറയുന്നേക്കാളും ഒരു വില്ലേജ് പ്ലേ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു പടമാണ്. അതായത് അന്ധവിശ്വാസത്തിനെ പറ്റി പറയുന്നുണ്ട്, ഫ്രണ്ട്ഷിപ്പിനെ പറ്റി പറയുന്നുണ്ട്, അതിന്റെ ഇടയിൽ കൂടെ പൊളിറ്റിക്സിനെ പറ്റി പറയുന്നുണ്ട്, ഇമോഷൻസിനെ പറ്റി പറയുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം കൂടി റാപ്പ് ചെയ്തിരിക്കുന്നത് കോമഡി വെച്ചിട്ടാണ്. എവിടെയൊക്കെ ഇമോഷണൽ സീൻസ് വരുമ്പോൾ നമ്മുടെ കണ്ണൊക്കെ ചെറുതായി നിറയുമ്പോൾ അപ്പൊ അവർ കോമഡി കൊണ്ടുവരും. അങ്ങനെയാണ് ഈ സിനിമ ത്രൂ ഔട്ട് പോകുന്നത്. ആൻഡ് ടുവേർഡ്സ് എൻഡ് സർട്ടൻ ഇമോഷണൽ സീൻസ് ഉണ്ട്. കിടുവായിരുന്നു. അത് എനിക്ക് പെട്ടെന്ന് കരച്ചിലൊക്കെ വന്നു. ഇനി ഞാനിപ്പോ ലോല ഹൃദയനായോണ്ടാണോ എന്ന് അറിയില്ല, അത് നൈസായിരുന്നു. അർജുൻ ദാസ് എനിക്ക് തോന്നുന്നു ആൾ ഇതുവരെ